إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ സൂറത്തുൽ ഹിജ്റിലൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി പറഞ്ഞതായി നമുക്ക് കാണാം. വഅബ്ദു് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഓ നബിയേ, താങ്കൾക്ക് ഉറപ്പായ കാര്യം അഥവാ താങ്കളുടെ മരണം അത് താങ്കളിലേക്ക് വന്നെത്തുന്നതുവരേക്കും താങ്കൾ താങ്കളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. സഹോദരങ്ങളെ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് ആദ്യമായി അഭിസംബോധന ചെയ്തത് എങ്കിലും അതിനുശേഷം ഓരോ സത്യവിശ്വാസിക്കും അതല്ലെങ്കിൽ ഓരോ മനുഷ്യനും ഈ ആയത്തിലെ കൽപ്പന അത് ബാധകമാണ്. ഈ ആയത്ത് സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ ഒരു മാസക്കാലത്തെ ഇബാദത്തുകളും അതുപോലെയുള്ള കർമ്മങ്ങളും എല്ലാം പൂർത്തീകരിച്ച് ശവ്വാലിലേക്ക് എത്തി നിൽക്കുന്ന നമ്മൾ വളരെ ഗൗരവത്തിൽ ഓർമ്മിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു ആയത്താണ്. പരിശുദ്ധ റമളാനിൽ ഇബാദത്തുകൾ കൊണ്ട് നമ്മുടെ ജീവിതം സമൃദ്ധമായിരുന്നു. അൽഹംദുലില്ലാഹ്. പകലിൽ നോമ്പും രാത്രിയിൽ രാത്രി നിസ്കാരവും ഖുർആൻ പാരായണവും ദിക്റുകളും ദുആകളും സൽക്കർമ്മങ്ങളും സ്വദഖകളും നല്ല വാക്കുകളും കുടുംബബന്ധം ചേർക്കലും തുടങ്ങി അനേകം ഇബാദത്തുകൾ സൽക്കർമ്മങ്ങൾ പരിശുദ്ധ റമളാനിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അല്ലാഹു അത് സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാൻ വിട പറഞ്ഞു. ശരി, നമ്മുടെ അവസ്ഥ എന്താണ്? നാം ഓരോരുത്തരും പരിശോധിക്കേണ്ട വിലയിരുത്തേണ്ട സന്ദർഭമാണിത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഇബാദത്തുകളിൽ നിന്നുള്ള വിരാമം അത് നിശ്ചയിച്ചത് നമ്മുടെ മരണത്തോടു കൂടിയാണ്. അതാണ് അല്ലാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, വഅബ്ദു് റബ്ബക. നബിയെ, താങ്കൾ താങ്കളുടെ റബ്ബിനെ ആരാധിക്കുക, ഇബാദത്ത് ചെയ്യുക. ഹത്താ, ഏതുവരെ? യഅതിയകൽ യഖീൻ, ഉറപ്പായ കാര്യം അഥവാ മരണം അത് വന്നെത്തുന്നതുവരെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാൻ അവസാനിച്ചാലും
ഇബാദത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും അവസാനിക്കുന്നില്ല. അതാണ് നാം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട സന്ദേശം. പരിശുദ്ധ റമദാനിൽ മസ്ജിദുകൾ നിറഞ്ഞിരുന്നു. സുബ്ഹ് ജമാഅത്തിന് പള്ളികളിൽ തിരക്കുണ്ടായിരുന്നു. റമദാനിന് ശേഷവും ആ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്നത് പ്രിയമുള്ളവരെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. മനോഹരമായ ഒരു വാക്ക് എല്ലാ റമദാനിന് ശേഷവും നമ്മൾ കാണാറുണ്ട്. പള്ളികളിൽ ഏതാനും ചില ആളുകൾ നിസ്കാരത്തിന് നിൽക്കും. ആ നിസ്കാരത്തിന് നിൽക്കുന്ന ആളുകളെ നോക്കി ആരോ പറഞ്ഞ ഒരു വാക്കുണ്ട്: അതിഥികളെല്ലാം പിരിഞ്ഞുപോയി, കുടുംബക്കാർ ബാക്കിയാവുകയും ചെയ്തു. എന്തൊരു മനോഹരമായ പ്രയോഗമാണത് പ്രിയമുള്ളവരെ. റമദാനിൽ മാത്രം അതിഥികളായി പള്ളികളിലേക്ക് കടന്നു വന്ന ആളുകൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ പിരിഞ്ഞുപോയി. അതിഥികൾ അങ്ങനെയാണ്. എന്നാൽ കുടുംബക്കാർ അവർ അവിടെ എന്നെന്നും ഉണ്ടാകും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു മാസത്തെ ഇബാദത്തുകളല്ല അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. മറിച്ച് നമ്മൾ കേട്ട ആയത്ത് പോലെ നമ്മൾ അള്ളാഹു ഓരോരുത്തരെയും പടച്ചത് അള്ളാഹുവിനുള്ള ഇബാദത്തുകൾക്ക് വേണ്ടിയാണ്. ആ ഇബാദത്തുകൾ അവസാനിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോഴാണ്. അള്ളാഹു അതാ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്തുകളിൽ മരണം വരെ നിലനിൽക്കാൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. എല്ലാ ഖുതുബകളിലും ഇന്നും നമ്മൾ കേട്ട ഒരു ആയത്തുണ്ട്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യപ്പെടുന്ന 3 ആയത്തുകളിൽ ഒന്നാണ് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, ഹഖ്ക തുഖാതിഹി, സൂക്ഷിക്കേണ്ട മുറപ്രകാരം. ശേഷം അല്ലാഹു പറഞ്ഞ വാക്കുണ്ട്, നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്, മനഃപ്പാഠമാണ്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. പ്രിയമുള്ളവരെ, ആയത്തിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹു വിളിച്ചത് സത്യവിശ്വാസികളെ എന്നാണ്, മുഅ്മിനീങ്ങളെ എന്നാണ്. എന്നിട്ട് പറയുന്നത് മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുത് എന്നാണ്. എന്താണ് ആ പ്രയോഗം? സത്യവിശ്വാസികളെ നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുത്. അഥവാ ഏതൊരു സത്യവിശ്വാസം നമ്മൾ നെഞ്ചിലേറ്റിയോ ആ സത്യവിശ്വാസത്തിന്റെ അനന്തര ഫലങ്ങൾ, കർമ്മങ്ങൾ, ഇബാദത്തുകൾ അത് മരണം വരെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നതാണ് ആ കൽപ്പന. അതല്ലാതെ മുസ്ലിമിന്റെ പേരുണ്ടായിരിക്കെ മരിച്ചു പോകണം എന്നതല്ല ആ ആയത്തിന്റെ അർത്ഥം. മുസ്ലിം നാമമുണ്ടായിരിക്കെ ഇസ്ലാമിന്റെ പേരോടുകൂടി മരിച്ചു പോവുക എന്നതല്ല, ഇസ്ലാമിന്റെ നിലവാരത്തോടുകൂടി മരിച്ചു പോകണം. മരിക്കുമ്പോൾ ഈമാൻ ഉണ്ടായിരിക്കണം. മരിക്കുമ്പോൾ ഇസ്ലാമിന്റെ ശിആറുകൾ, ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ, ഇബാദത്തുകൾ അത് ജീവിതത്തിൽ ഉണ്ടായിരിക്കെ മരിച്ചു പോകാൻ ശ്രമിക്കണം. അതാണ് അല്ലാഹു വസിയ്യത്ത് ചെയ്തത്. അതാണ് സഹോദരങ്ങളെ ഓരോ പ്രഭാഷണ സന്ദർഭത്തിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ഓതിക്കൊടുത്തത്. ആ ചര്യ പിൻപറ്റിക്കൊണ്ടാണ് ഓരോ ഖതീബും മിമ്പറുകളിൽ ഖുതുബയുടെ സന്ദർഭത്തിൽ പാരായണം ചെയ്യുന്നത് ഈ ആയത്ത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, തീർച്ചയായും ഏതൊരു കൂട്ടരാണോ ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചത്, ശേഷം ഇസ്തിഖാമത്തോടുകൂടി ജീവിച്ചത്, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർക്ക് ദുഃഖിക്കേണ്ടതില്ല. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ അവർക്ക് മരണമാസന്നമാകുമ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾ വന്നുകൊണ്ട് ഇതേ വാക്ക് അവരെ സന്തോഷ വാർത്തയായി അറിയിക്കും, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, മറിച്ച് വഅബ്ശിറൂ ബിൽ ജന്ന, സ്വർഗ്ഗത്തെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നോക്കൂ നിങ്ങൾ. അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പ്രഖ്യാപിക്കുക, അഥവാ ഈമാൻ ഊട്ടിയുറപ്പിക്കുക. ഹൃദയത്തിൽ ഈമാൻ ഉണ്ടായിരിക്കണം, വിശ്വാസം ഉണ്ടായിരിക്കണം, റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കണം.
ശേഷം ഇസ്തിഖാമത്ത് കൈക്കൊള്ളണം. എന്താണ് ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ? ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ദീനിലെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ അത് പാലിക്കലാണ്. നമ്മുടെ കണ്ണിൽ ചെറുതാവട്ടെ വലുതാവട്ടെ അത് നമ്മുടെ ജീവിതത്തിൽ മുറ പോലെ മുറുകെ പിടിക്കുന്നതിനാണ് അൽ ഇസ്തിഖാമ എന്ന് പറയുക. അങ്ങനെ ഒരാൾ ജീവിച്ചാൽ അയാൾക്ക് ഭയപ്പെടേണ്ടതില്ല, അയാൾ ദുഃഖിക്കേണ്ടി വരികയില്ല. പ്രിയമുള്ളവരെ, ഈ കൂട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത്. പരിശുദ്ധ റമളാനിൽ ഒരുപാട് പണിയെടുത്തു, പക്ഷേ റമളാൻ കഴിഞ്ഞപ്പോൾ അതുമായി യാതൊരു ബന്ധവുമില്ല എങ്കിൽ, നമ്മുടെ ഇബാദത്തുകൾക്ക് റമളാനിന്റെ 30 ദിവസം അതല്ലെങ്കിൽ ഒരു മാസം അത് പൂർത്തീകരിച്ചപ്പോൾ വിരാമം വന്നുവെങ്കിൽ നമ്മൾ പേടിക്കണം. ശവ്വാലിന്റെ മാസപ്പിറവിയോടുകൂടി നമ്മുടെ എല്ലാ ഇബാദത്തുകൾക്കും അവസാനം കുറിക്കപ്പെട്ടുവെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഭയപ്പെടണം. മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ നന്മകൾ അടുത്ത നന്മയെ വിളിച്ചു വരുത്തും. റമളാനിൽ നമ്മൾ നന്മകളിൽ മുന്നേറിയിട്ടുണ്ടോ? ആ നന്മകൾ സ്വീകരിക്കപ്പെട്ടു എന്നതിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ആ നന്മകൾ പിന്നീട് ജീവിതത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത്. നന്മകൾ നിലനിർത്താൻ സാധിക്കുക എന്നത് ചെയ്ത നന്മകളുടെ സ്വീകാര്യതയെ അറിയിക്കുന്ന കാര്യമാണ്, സൂചനയാണത്. നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ല റമളാനിലെ സർവ്വ നന്മകളും അവസാനിച്ചോ, നമ്മൾ പേടിക്കണം. അതുകൊണ്ടാണ് മുൻഗാമികളിൽപ്പെട്ട ചിലരോട് റമളാനിൽ നല്ല ഉത്സാഹമുണ്ടായിരുന്ന, റമളാനിൽ ഒരുപാട് ഇബാദത്തുകൾ ചെയ്തിരുന്ന, എന്നാൽ റമളാൻ കഴിഞ്ഞതോടുകൂടി പിന്നീട് ഇതൊന്നുമില്ലാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേർന്ന ആളുകളെ കുറിച്ച് ചോദിക്കപ്പെട്ടു. റമളാനിൽ നല്ല ഉത്സാഹം, റമളാനിൽ പള്ളിയിൽ തന്നെ, റമളാനിൽ നിസ്കാരമുണ്ട്, റമളാനിൽ ഖുർആൻ പാരായണമുണ്ട്, റമളാനിൽ രാത്രി നിസ്കാരമുണ്ട്, റമളാനിൽ സൽക്കർമ്മങ്ങളുണ്ട്, റമളാനിൽ ഒരു മുസ്ലിമിന്റെ എല്ലാ അടയാളങ്ങളുമുണ്ട്. പക്ഷെ റമളാൻ കഴിഞ്ഞപ്പോൾ അതെല്ലാം കാറ്റിൽ പറത്തപ്പെട്ടുവെങ്കിൽ അത്തരം ആളുകളെ കുറിച്ച് മഹാന്മാരായ ഉലമാക്കൾ, മുൻഗാമികളിൽപ്പെട്ട ഇമാമിങ്ങൾ പറഞ്ഞത്, ബിഅ്സൽ ഖൗം ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫീ റമളാൻ. റമളാനിൽ മാത്രം അല്ലാഹുവിനെ അറിയുന്ന അത്തരം ആളുകൾ എത്ര മോശമായ ആളുകളാണ്, എത്ര മോശപ്പെട്ട ആളുകളാണ്. പല ആളുകളും വലിയ ആശ്വാസത്തോടു കൂടി പറയാറുണ്ട്, നോമ്പിന്റെ ഒരു മാസം പരമാവധി പ്രവർത്തിക്കുക, നോമ്പിന്റെ ഒരു മാസം പള്ളികളുമായി ബന്ധമുണ്ടാക്കുക, സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടുക, അത് മതി, ഒരു കൊല്ലത്തേക്ക് അത് മതി, ഇനി അടുത്ത കൊല്ലം നോക്കിയാൽ മതി എന്ന പ്രതീക്ഷ മാത്രം വെച്ചു പുലർത്തുന്ന പല ആളുകളുമുണ്ട്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, അത് വലിയ നഷ്ടമാണ്. കാരണം നന്മകൾ സ്വീകരിക്കപ്പെട്ടു എന്നതിന്റെ അടയാളമാണ് ആ നന്മകൾ പിന്നീട് ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. കേവലം ഒരു സീസണിൽ മാത്രം ഇബാദത്തുകൾ ചെയ്യേണ്ടവനല്ല ഒരു മുസ്ലിം. ഇത് നമ്മൾ ഈ കേട്ട ആയത്തുകളുടെ അർത്ഥങ്ങൾ എന്താണ്? വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ എന്നല്ലാഹു അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്. മരിക്കുന്നത് വരെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നതാണ്. ഒരു മാസം ഇബാദത്ത് ചെയ്തു, എന്നിട്ട് മരിച്ചുപോയി എന്ന് വിചാരിക്കുക, അടുത്ത കൊല്ലത്തേക്ക് സമയം കിട്ടിയില്ല, എന്തു ചെയ്യും? അതുകൊണ്ടാണ് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു എന്ന് അല്ലാഹു പറഞ്ഞത്. അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പ്രഖ്യാപിച്ച് പിന്നീട് ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുക എന്നതാണ്. പ്രിയമുള്ളവരെ, റമളാനിന് ശേഷം നന്മകൾ നിലനിർത്താതെ വീണ്ടും പഴയ ജീവിതത്തിലേക്ക്, അഥവാ കുത്തഴിഞ്ഞ ജീവിതത്തിലേക്ക്, ഹറാമുകളിലേക്ക്, തിന്മകളിലേക്ക് ഒരാൾ മടങ്ങുകയാണെങ്കിൽ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടത്തിലാണ് അവർ എത്തിച്ചേർന്നിട്ടുള്ളത്. കാരണം ഒരിക്കലും ഒരു മുസ്ലിമിന് അത് അനുയോജ്യമല്ല. മുൻഗാമികൾ പറഞ്ഞു, കുൻ റബ്ബാനിയൻ വലാ തകുൻ റമളാനിയൻ. മനുഷ്യ, നീ റബ്ബാനിയാവുക, അഥവാ എല്ലാ കാലത്തും റബ്ബിനുള്ള ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനാവുക. വലാ തകുൻ റമളാനിയൻ, നീ കേവലം റമളാനിയാവരുത്. റമളാനിന്റെ മാസപ്പിറവി കണ്ടതു മുതൽ പള്ളിയിൽ, അതുപോലെയുള്ള സൽക്കർമ്മങ്ങളിൽ, ശവ്വാലിന്റെ മാസപ്പിറവി കണ്ടാൽ ഇതെല്ലാം ഊരിവെച്ച് പഴയ ജീവിതത്തിൽ, പിന്നെ നിസ്കാരത്തിനില്ല,
ജമാഅത്ത് പോയിട്ട് വക്തിന് തന്നെ നിസ്കാരത്തിനില്ല, സൽക്കർമ്മങ്ങൾ യാതൊന്നുമില്ല. പഴയതുപോലെ സഹോദരങ്ങളെ, വലിയ അപകടത്തിലാണ് അത്തരം ആളുകൾ ഉള്ളത്. അല്ലാഹു അതാ വിശുദ്ധ ഖുർആനിൽ മനോഹരമായ ഒരു ഉദാഹരണം വിവരിച്ചിരിക്കുന്നു. അല്ലാഹു പറഞ്ഞു, വലാ തകൂനു, നിങ്ങളായി പോകരുത്, കല്ലതി, ഒരുവളെ പോലെ. എന്താണ് ആ സ്ത്രീക്ക് സംഭവിച്ചത്? നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ, ആ സ്ത്രീ ഉറപ്പോടെ നൂല് നൂറ്റു, അഥവാ നല്ല ഉറപ്പോടെ ബലവത്തോടെ നൂൽ നൂറ്റുകയുണ്ടായി. ഒരുപാട് ക്ഷീണിച്ച് പണിയെടുത്തിട്ടാണ് ആ രൂപത്തിലേക്ക് അത് കൊണ്ടെത്തിച്ചത്. എന്നാൽ പിന്നീട് അത് പല ഇഴകളായി പിരിച്ചുടച്ചു കളഞ്ഞു. അത്തരം ഒരുവളെ പോലെ നിങ്ങളായി പോകരുത് എന്ന് അല്ലാഹു പറഞ്ഞു. എത്ര മനോഹരമായ ഉദാഹരണമാണ്. ഒരുപാട് പണിപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഇബാദത്തുകൾ ചെയ്തിട്ട് പ്രിയമുള്ളവരെ, ഒരു മാസം കഴിഞ്ഞപ്പോൾ അതെല്ലാം തകർക്കുന്ന രൂപത്തിൽ വീണ്ടും പഴയതുപോലെ ഹറാമുകളിലേക്ക്, തിന്മകളിലേക്ക്, അള്ളാഹുവിന് ഉറപ്പുണ്ടാക്കുന്ന ഒരു ജീവിതത്തിലേക്ക് തിരിച്ചുപോയാൽ അത്തരം ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞ ഉദാഹരണം നോക്കൂ നിങ്ങൾ. എത്ര മനോഹരമാണ്. ഒരുപാട് പണിയെടുത്തിട്ട് അതൊന്നിനും കൊള്ളാത്ത രൂപത്തിൽ തച്ചുടച്ചു കളയുന്ന ആ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാത്ത ഇബാദത്തുകളായി മാറുക എന്നത് എത്ര മോശമായ അവസ്ഥയാണ്. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല മരണം വരെ അള്ളാഹുവിന്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. സൽക്കർമ്മങ്ങളിൽ മുഴുകി ജീവിക്കാൻ അവസാന ശ്വാസം വരെ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉറപ്പായ മരണം വന്നെത്തുന്നത് വരേക്കും ഇബാദത്തുകൾ ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്നു. അത് നമുക്കെല്ലാവർക്കും ബാധകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, പരിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. റമളാനിലെ ഒരു മാസക്കാലം ആ എണ്ണങ്ങൾ പൂർത്തീകരിക്കാനും റബ്ബിന് തക്ബീർ ചെയ്യാനും അള്ളാഹുവിന് നന്ദിയുള്ളവരായി തീരുവാൻ വേണ്ടിയത്രേ അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പും നോമ്പിന്റെ വിധിവിലക്കുകളും അതുപോലെയുള്ള കാര്യങ്ങളുമെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നത്. സഹോദരങ്ങളെ നോക്കൂ, അള്ളാഹു റമളാൻ പൂർത്തീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി. അങ്ങനെ നമ്മൾ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് തക്ബീർ ധ്വനികളുമായി ഈദ് മുസല്ലയിലേക്ക് വന്നു ഈദ് ആഘോഷിച്ചു. ശേഷം പറഞ്ഞത് നമ്മൾ മറന്നുപോകരുത്, വലഅല്ലകും തഷ്കുറൂൻ, അള്ളാഹുവിന് നന്ദി കാണിക്കുവാൻ വേണ്ടി. ആ നന്ദി കാണിക്കലിന്റെ ആദ്യത്തെ പടിയാണ് ഈദ് ആഘോഷം. അത് മുഴുവനും ഇബാദത്തുകളാണ്. പെരുന്നാളിന്റെ മാസപ്പിറവി കണ്ടത് മുതൽ നമ്മൾ ഇബാദത്തിലാണ്. പെരുന്നാൾ ദിവസവും ഇബാദത്ത് തന്നെയാണ്. അവിടുന്ന് അങ്ങോട്ട് പ്രിയമുള്ളവരെ, ഉറപ്പായ മരണം നമ്മുടെ അരികിലേക്ക് വരുന്നത് വരേക്കും അള്ളാഹുവിന് നന്ദിയുള്ള അടിമകളായി തീരുവാൻ വേണ്ടിയാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മോട് കൽപ്പിച്ചത്. അള്ളാഹുവിന്റെ വലിയ നിഅമത്താണ്, അനുഗ്രഹമാണ് നമ്മുടെ ഈ ജീവിതം. നമുക്ക് അള്ളാഹു പ്രത്യേകമായി ചില ദിവസങ്ങൾ, ചില സന്ദർഭങ്ങൾ, റമളാൻ പോലെ വലിയ പുണ്യങ്ങളുടെ പൂക്കാലം നിശ്ചയിച്ചു തന്നത്, ഇതെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. 1 ന് 10 അല്ല, കണക്കില്ലാതെ പ്രതിഫലം അള്ളാഹു വാരിക്കോരി നൽകുകയുണ്ടായി. ഒരുപാട്
നന്മകൾ, അതിന്റെ വാതിലുകൾ അള്ളാഹു തുറന്നു തന്നു. സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു വെച്ചു. ഒരുപാട് ആളുകളെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇതെല്ലാം റബ്ബിന്റെ അനുഗ്രഹമാണ്. നമ്മൾ എത്ര റബ്ബിന് നന്ദി കാണിച്ചാലും മതി വരാത്ത രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾക്ക് നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ള നന്ദി കാണിക്കൽ എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, അത് നമ്മുടെ ജീവിതം കൊണ്ടാണ്. നമ്മുടെ മനസ്സിൽ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ബോധ്യമുണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ നാവുകളിൽ അതുണ്ടാവണം. അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അതിനുശേഷം പിന്നീട് നമ്മുടെ അവയവങ്ങൾ കൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത്. റബ്ബിന് തൃപ്തികരമായ മാർഗത്തിൽ മാത്രമേ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ വിനിയോഗിക്കാൻ പാടുള്ളൂ. നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹുവിനുള്ള നന്ദിയുടെ ഭാഗമാണ്, പകരമാവുകയില്ല. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരമല്ല പ്രിയമുള്ളവരെ. കാരണം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അതെണ്ണി കണക്കാക്കാൻ ഒരാൾ തുനിഞ്ഞാൽ സാധിക്കുകയില്ല എന്നാണ് റബ്ബ് പറഞ്ഞത്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ വ്യാപ്തി നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ ഒരു നിമിഷം നമ്മുടെ രണ്ട് കണ്ണുകളും ഒന്ന് അടച്ചുപിടിച്ചു നോക്കിയാൽ മതി. ഒരൊറ്റ നിമിഷം കൂരിരുട്ടാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ വിശാല വിസ്തൃതമായ ഈ ലോകം, ഈ പളവളപ്പുള്ള കാഴ്ചകൾ കാണാൻ നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ രണ്ട് കണ്ണുകൾക്ക് മാത്രം അള്ളാഹുവിന് എത്ര കണ്ട് നമ്മൾ വഴിപ്പെടണം പ്രിയമുള്ളവരെ. ബാക്കിയുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു മാസക്കാലം കഴിഞ്ഞ് റമദാനിൽ നിന്ന് പുറത്തേക്ക് വന്ന നമ്മൾ റമദാനിൽ ഉണ്ടാക്കിയെടുത്ത ആത്മ ചൈതന്യം അത് മുറുകെ പിടിക്കണം എന്നതാണ് ഈ പറഞ്ഞതിന്റെ ആകത്തുക. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും മരണം വരെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുക എന്നത് നമ്മുടെ മേൽ അനിവാര്യമാണ്. കാരണം മനുഷ്യൻ എന്നത് ഏതാനും ചില ദിവസങ്ങൾ മാത്രമാണ്. പരിശുദ്ധ റമദാൻ, ആ റമദാൻ മാസത്തിൽ ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുണ്ടാകും അയ്യാമം മഅദൂദാത്ത്. റമദാനിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്നാണ്. എത്ര വേഗത്തിലാണ് പ്രിയമുള്ളവരെ അത് കഴിഞ്ഞുപോയത്. ഇനിതാ അതിനേക്കാൾ വേഗത്തിൽ അടുത്ത റമദാനായി തീരും. വേഗത്തിലാണ്. എന്താണ് ഈ വേഗത? എന്താണ് ഈ കഴിഞ്ഞു പോകുന്നത്? ദിവസങ്ങൾ കഴിഞ്ഞു പോകും. നമ്മളിങ്ങനെ എണ്ണും, കലണ്ടർ നോക്കും, അതിങ്ങനെ മാറ്റിമറിക്കും. യഥാർത്ഥത്തിൽ ആ ദിവസങ്ങൾ എന്നതാണ് നമ്മൾ. ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ മനുഷ്യനെന്നാൽ ഏതാനും ചില ദിവസങ്ങൾ മാത്രമാണ്. ഇന്നലകളിൽ നമ്മളില്ല. ഒരു കാലം കഴിഞ്ഞാൽ പിന്നെയും നമ്മളില്ല. അതിനിടയിലുള്ള ഏതാനും ചില ദിവസങ്ങൾ മാത്രമാണ് മനുഷ്യൻ. ആ ദിവസങ്ങളിൽ ഇബാദത്തുകൾ കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കുക എന്നതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിത ലക്ഷ്യം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു പറഞ്ഞില്ലേ, ജിന്നുകളെയും മനുഷ്യരെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ പടച്ചിട്ടില്ല, സൃഷ്ടിച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ്. ബാക്കിയുള്ള നമ്മുടെ ജോലിയും കൂലിയും ഉപജീവനവും നമ്മുടെ കച്ചവടവും മറ്റുള്ള എല്ലാം അതിന്റെ ഭാഗം മാത്രമാണ്. നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിനുള്ള ഇബാദത്താണ്. അത് നമുക്ക് ബോധ്യപ്പെടുക പ്രിയമുള്ളവരെ മരണമാസന്നമാകുമ്പോഴാണ്. എത്രയോ ആളുകൾ അവരുടെ വിലാപം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സമയം കിട്ടിയിട്ട് സമയം പാഴാക്കി കളഞ്ഞവർ, അവർക്ക് മരണമാസന്നമാകുമ്പോൾ മലക്കുൽ മൗത്തിനെ നേരിട്ട് കാണുമ്പോൾ പറയുന്ന വാക്കുണ്ട് വിശുദ്ധ ഖുർആനിൽ, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു. ഞാൻ ഉപേക്ഷ വരുത്തിയ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എന്നെ ഒന്ന് മടക്കി അയക്കണേ, ഒരൽപ്പം സമയം എനിക്ക് തിരിച്ചു നൽകണേ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറുപടി കല്ല, ഒരിക്കലുമില്ല എന്നാണ്. അത് സംഭവ്യമാണ്. അങ്ങനെ ഒരു മടക്കം ഇല്ല. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അതവനിങ്ങനെ പറയുന്ന ഒരു വെറും വാക്ക് മാത്രമാണ്. ജീവിതം
നഷ്ടത്തിലായി പോയ ആളുകൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അല്ലാഹു പറയുകയാണ്, അതിനുശേഷം പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ അവൻ ബർസഖി ജീവിതത്തിലാണ്. ഇനി അവന് ചെന്ന് കിടക്കാനുള്ളത് ഖബറിലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഉറപ്പായ കാര്യം അത് വന്നെത്തുന്നതിന് മുന്നേ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആത്മചൈതന്യം അത് വർദ്ധിപ്പിക്കാനും, അല്ല അലസതയാണോ, തിരിച്ചു നടക്കാൻ ഇനിയും സമയമുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആയുസ് നീട്ടിത്തന്നു എന്ന് വിചാരിച്ചാൽ മതി. അല്ലാഹു സമയം നൽകിയിട്ടുണ്ട്. നിരാശനാവേണ്ടതില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് നമ്മുടെ മനസ്സിൽ കുത്തിവെക്കേണ്ട ആയത്താണ്. നമ്മുടെ മനസ്സിൽ അത് തറക്കണം. റമളാനിന് ശേഷം ഒരു മാസക്കാലം റമളാനിൽ ഉണ്ടാക്കിയെടുത്ത ഇബാദത്തുകളുമായി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഉറപ്പായ മരണം അത് വന്നെത്തുന്നത് വരേക്കും ഇതിന്റെ റബ്ബിനെ ഇബാദത്തുകൾ ചെയ്യുക. സഹോദരങ്ങളെ, നോമ്പ് റമളാൻ കഴിഞ്ഞാലും ബാക്കിയുണ്ട്. ശവ്വാലിൽ 6 നോമ്പ് അതെടുക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇനിയും സമയമുണ്ട്. അതിനുശേഷം മാസത്തിൽ 13, 14, 15 അങ്ങനെയുള്ള 3 ദിവസങ്ങൾ നോമ്പുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നോമ്പുണ്ട്. വർഷം മുഴുവനും നോമ്പുകളുണ്ട്, അവസാനിക്കുന്നില്ല. ഖുർആൻ പാരായണം എല്ലാ ദിവസവും ഉണ്ട്. ഖുർആൻ പാരായണമില്ലാത്ത ഒരു ദിവസം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകരുത്. റമളാനിൽ എങ്ങനെയായിരുന്നു വിശുദ്ധ ഖുർആനുമായി നമ്മൾ, അത് റമളാനിന് ശേഷവും മുറുകെ പിടിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതുപോലെ സഹോദരങ്ങളെ, രാത്രി നിസ്കാരം കേവലം തറാവീഹ് അതിൽ അവസാനിക്കുന്നില്ല. വർഷം മുഴുവനും രാത്രി നിസ്കാരമുണ്ട്, തഹജ്ജുദിന്റെ സമയമുണ്ട്, അത്താഴത്തിന്റെ വേളകളുണ്ട്, റബ്ബിനോട് ദുആ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കേണ്ടതുണ്ട് നമ്മുടെ മരണം വരെ. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. മുസ്ലിമായി മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. اللهم اغفر لنا وارحمنا. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم انصر الإسلام والمسلمين. اللهم انصر الإسلام والمسلمين. اللهم انصر الإسلام والمسلمين. اللهم انصر من نصر دينك وكتابك وسنة نبيك محمد صلى الله عليه وسلم. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين، والحمد لله رب العالمين.